റോഡ് നല്ലോണം കാണണം. കാണാമോ? കാണാലോ. കാണാം. രണ്ട് സൈഡ് റോഡ്, രണ്ട് സൈഡും. ബാറ്ററി ലോ റോഡ് രണ്ട് സൈഡ് കാണാം. കുറച്ച് നീട്ടി എടുത്തോ കേട്ടോ, റോഡിലോട്ട് എടുത്തത്. ആ ലൈറ്റ് അടിക്കുന്നിടത്ത് അങ്ങനെ കിട്ടണം കേട്ടോ. അപ്പുറം ദൂരത്ത് മിസ്സായി പോകും. കേരളത്തിൽ കുറുക്കനില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പം ഒരു സാധനത്തിനെ കണ്ടു. അത് കുറുക്കനാണെന്നാണ് നമ്മുടെ ധാരണ. അതെന്താ കുറുക്കനില്ലാത്ത? കുറുക്കനുണ്ടല്ലോ. അത് കുറുനരിയാണ്. കുറുക്ക് കേരളത്തിൽ വംശനാശം സംഭവിച്ചെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനത്തെ നമ്മളിവിടെ കണ്ടു, കുറുക്കനെ പോലെ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ അത്ര വലിപ്പമുള്ളൂ കുറുക്കന്. നേരത്തെ കണ്ട പൂച്ചയല്ലേ? കുറുക്കനല്ല. അല്ല, അത് പൂച്ച അത്ര വലിപ്പമുള്ളൂ. ചുണ്ട് കൂർത്തിരിക്കും. മറ്റേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കുറുനരിയാണ്. ഈ കൂന്നൊക്കെ ഇല്ലേ, അതെല്ലാം കുറുനരിയാണ്. അത് കുറുക്കനല്ല. അപ്പൊ ഞാനും കണ്ടിട്ടില്ലല്ലോ കുറുക്കനെ. ആരും കണ്ടിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കണ്ട പോലെ ഞങ്ങൾക്കൊരു അവൻ്റെ തല മാത്രമേ കണ്ടുള്ളൂ. അപ്പം അതാ പറഞ്ഞേ, അതന്ന് ചിലപ്പം കണ്ടത് വേറെ വല്ലതും ആയിരിക്കും. അന്ന് ഫോട്ടോ എടുക്കാത്തതുകൊണ്ട് നമുക്കത് എന്നാന്ന് മനസ്സിലായില്ല. പിറ്റേന്ന് വൃത്തിയായിട്ട് നോക്കണമെങ്കിൽ ഒറ്റ നോട്ടത്തിന് അവനും കയറിപ്പോയി. കടുവയൊക്കെ പോകുന്ന പോലെ ഒറ്റ നോട്ടത്തിന് അവൻ കയറി പോയി. അതിന് അവൻ ചാടിയാലേ ഭയങ്കര കുറുക്കൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനൊക്കെ ഇവിടെ വരും. കേരളത്തിലെ ഈ മൃഗശാസ്ത്രജ്ഞന്മാർ എല്ലാം കേരളത്തിൽ ഒരിടത്തും ഇല്ല കുറുക്കന്മാർ. അവർ പിന്നെ വന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തോളൂ. രാത്രി കൂടെ ഇരുന്നിട്ടേ അവരതൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തോളൂ. നമ്മൾ വൈറലാവും. അവർക്ക് വേണ്ടി ഷാനവാസൊക്കെ എടുത്ത വീഡിയോ ആണ്. കുറുക്കനെ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. കുറുക്കൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന്, സജീവമായിട്ടുണ്ട് എന്ന് തീവ്ര പേടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഇപ്പം സർക്കാർ ഇപ്പോൾ ഈ ഭാഗത്തിൽ കൂടി രാത്രിയുള്ള വാഹനമൊക്കെ നിരോധിക്കും. ഭയങ്കര ഇതൊക്കെയാണ്. കുറുക്കനില്ല, കുറുക്കൻ സാധനം തീർന്നു കേരളത്തിലില്ല ആ സാധനം. അപ്പം ഇനി അത് ജീവിച്ചുണ്ടെങ്കിൽ തന്നെ വളരെ